friends, welcome to my channel. I am Shafita. ടാലി പ്രൈം 4.1 സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. കമ്പനി ക്രിയേഷനും അതുപോലെ തന്നെ ലെഡ്ജർ ക്രിയേഷൻ ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളും. വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടാലി പ്രൈം 4.1 സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ടാലി പ്രൈം 4.1 ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിൽ ഇൻവെന്ററി മാസ്റ്റേഴ്സിലാണ് സ്റ്റോക്ക് ഐറ്റം ആണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കാണാം മുന്നത്തെ വെർഷനേക്കാളും. ഞാനിവിടെ നെയിം ആയിട്ട് കൊടുക്കുന്നത് ടി വി എന്ന ഐറ്റം ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ അതിന്റെ ഗ്രൂപ്പാണ് നെക്സ്റ്റ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഗ്രൂപ്പ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഗ്രൂപ്പ് ലെവലിലും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ LGയുടെ TV ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഗ്രൂപ്പ് ഞാൻ LG എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിലും നമുക്ക് HSN ഓർ സാക്ക് റിലേറ്റഡ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ GST റേറ്റ് റിലേറ്റഡ് ഡീറ്റെയിൽസും കാണാം. അപ്പൊ കമ്പനി ലെവലിൽ നമ്മൾ ഓൾറെഡി ഒരു HSN ഡീറ്റെയിൽസും റേറ്റ് ഡീറ്റെയിൽസും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് തന്നെ നമുക്ക് മതിച്ചാൽ ആ ആസ് പെർ കമ്പനി ഗ്രൂപ്പ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക് ആയി വരും. അല്ല നമ്മൾ പുതിയത് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പെസിഫൈ ഡീറ്റെയിൽസ് ഇയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ HSN കോഡും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും കൊടുക്കാൻ പറ്റും. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഷോ മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഗ്രൂപ്പ് ലെവലിൽ HSN ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ സ്പെസിഫൈ ഇൻ വൗച്ചർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെയാണ് റേറ്റിന്റെ കേസിലും വരുന്നത്. കമ്പനി ലെവലിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. സ്പെസിഫൈ ഡീറ്റെയിൽസ് ഇയർ എടുത്തിട്ട് നമുക്ക് പുതിയ റേറ്റ് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ടാക്സബിൾ സെലക്ട് ചെയ്തതിനു ശേഷം. അതുമെല്ലാം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ സ്പെസിഫൈ ഇൻ വൗച്ചർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, എന്നിട്ട് സേവ് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് കൊടുക്കാനുള്ളത് യൂണിറ്റ് ആണ്. അപ്പൊ യൂണിറ്റിയുടെ NOS നമ്പേഴ്സ് എന്നുള്ള യൂണിറ്റ് ഓൾറെഡി ഉണ്ട്, മുന്നേ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ ആ ഒരു യൂണിറ്റ് ഇവിടെ സെലക്ട് ചെയ്തു. ദെൻ റൈറ്റ് സൈഡിൽ നമുക്ക് GST അപ്ലിക്കബിൾ ആണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്ലിക്കബിൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിലും നമുക്ക് HSN ഓർ സാക്ക് റിലേറ്റഡ് ഡീറ്റെയിൽസ് കാണാം. അപ്പൊ കമ്പനി ലെവലിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള റേറ്റും അതുപോലെ HSN ഒന്നും ഇവിടെ വരില്ല. ഗ്രൂപ്പ് ലെവലിൽ നമ്മൾ അത് സെറ്റ് ചെയ്തിട്ടില്ല, സ്പെസിഫൈ ഇൻ വൗച്ചർ ആണ് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ TVക്ക് പുതിയൊരു HSN കോഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്പെസിഫൈ ഡീറ്റെയിൽസ് ഇയർ കൊടുത്തിട്ട് അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ TV എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി റേറ്റിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്കിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് റേറ്റ് കൊടുത്തിട്ടില്ല, അതായത് LGക്ക് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ റേറ്റ് വരില്ല. അപ്പോൾ ഞാൻ സ്പെസിഫൈ ഡീറ്റെയിൽസ് ഇയർ കൊടുത്തിട്ട് റേറ്റും ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 18% GSTയുടെ റേറ്റ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഈ നെക്സ്റ്റ് നമുക്കൊരു ഐറ്റം കൂടി ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാനിവിടെ വാഷിംഗ് മെഷീൻ ആണ് ഐറ്റം ആയിട്ട് കൊടുക്കുന്നത്. നെയിം വാഷിംഗ് മെഷീൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ദെൻ നമുക്കതിൻ്റെ ഗ്രൂപ്പ് നമുക്ക് പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ക്രിയേറ്റ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സാംസങ് ആണ് ഗ്രൂപ്പായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ലെവലിൽ നമ്മൾ ഇനി റേറ്റ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സാംസങ് എന്നുള്ള നെയിം കൊടുത്തിട്ടുണ്ട്. ഇനി HSN ഓർ സാക്ക് ഡീറ്റെയിൽസിൽ നമുക്ക് സ്പെസിഫൈ ഡീറ്റെയിൽസ് ഇയർ കൊടുത്തിട്ട് ഒരു HSN കോഡും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് സാംസങ് എന്നുള്ള പേരും കൊടുക്കാം. ഇനി അതുപോലെ റേറ്റിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും നമുക്കിതിൽ സ്പെസിഫൈ ഡീറ്റെയിൽസ് ഇയർ എടുത്തിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കമ്പനി ലെവലിൽ നമ്മൾ 18% കൊടുത്തതുകൊണ്ട് അവിടെ വന്നിട്ടുണ്ട്, അതന്നെ ഞാൻ സെലക്ട് ചെയ്തു. യൂണിറ്റ് NOS കൊടുത്തു, അതുപോലെ GST അപ്ലിക്കബിൾ ആണ്, അപ്ലിക്കബിൾ കൊടുത്തു. അപ്പോൾ ഇവിടെ കണ്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ആ ഒരു HSN ഓർ സാക്ക് റിലേറ്റഡ് ഡീറ്റെയിൽസിൽ ഗ്രൂപ്പ് ലെവലിൽ നമ്മൾ കൊടുത്തത് കൊണ്ടാണ് ഓട്ടോമാറ്റിക്കായി വന്നത്. അതുപോലെ തന്നെ റേറ്റിന്റെ കേസിലും ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേറെ റേറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സേവ് ചെയ്യാം. അപ്പോൾ സാംസങ്ങിന്റെ അണ്ടറിൽ വരുന്ന വാഷിംഗ് മെഷീനിന് മാത്രമേ നമുക്ക് ആ ഒരു HSNഉം അതുപോലെ റേറ്റും വരുള്ളൂ. അപ്പോൾ ഇത്രയാണ് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിച്ചോളും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാലി പ്രൈം 4.1 മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.